Now we shall derive the relation between focal length f and radius of curvature capital R. Consider a concave mirror. അതിൻ്റെ പോൾ മാർക്ക് ചെയ്യാം, ജോമെട്രിക് സെൻറ്റർ ഓഫ് ദ മിറർ. ദെൻ വി ആർ ഡ്രോയിങ് ദ പ്രിൻസിപ്പൽ ആക്സിസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ പാസിങ് ത്രൂ ദ പോൾ ആൻഡ് ദി സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ഈ സ്ഫിയറിൻ്റെ സെൻറ്റർ ആയിട്ട് വരും അല്ലേ, സെൻറ്റർ ഓഫ് കർവേച്ചർ. അപ്പോൾ ലൈൻ ജോയിനിങ് പോൾ ആൻഡ് സെൻറ്റർ ഓഫ് കർവേച്ചർ ആണ് പ്രിൻസിപ്പൽ ആക്സിസ് വരച്ചു. ദെൻ എഫ് ഈസ് ദി ഫോക്കൽ പോയിന്റ്. സോ വി ആർ going to derive the relationship between focal length. Focal length എന്ന് പറയുമ്പോൾ പോളും ഫോക്കസും തമ്മിലുള്ള ദൂരം. പിന്നെ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറഞ്ഞാൽ പോളും സെൻറ്ററും തമ്മിലുള്ള ദൂരമാണ് റേഡിയസ്. നൗ കൺസിഡർ എ റേ പാരലൽ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ്. പ്രിൻസിപ്പൽ ആക്സിസിന് പാരലൽ ആയിട്ടൊരു റേ മിററിൽ വന്ന് വീഴുന്നു അറ്റ് ദ പോയിന്റ് എം. ആൻഡ് ആഫ്റ്റർ റിഫ്ലക്ഷൻ it passes through the principal focus. It passes through the focus. അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റേ ഇറ്റ് ഈസ് ക്ലോസ് ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് അല്ലേ. അങ്ങനെയുള്ള റേസിനെ നമുക്ക് പരാക്സിയൽ റേസ് എന്ന് പറയാം. ഈ പ്രിൻസിപ്പൽ ആക്സിസിന് അടുത്ത് അല്ലെങ്കിൽ പോളിൽ നിന്ന് അടുത്ത് വന്ന് വീഴുന്ന റേസിനെ, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് അടുത്ത് വന്ന് വീഴുന്ന റേസിനെ പരാക്സിയൽ റേസ് എന്നും, വളരെ ദൂരെയുള്ള റേസിനെ നമ്മൾ പറയുന്ന പേര് മാർജിനൽ റേസ് ആണ്. അതായത് ഈ പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് വളരെ ദൂരെ വലിയൊരു മിററാണ് വിചാരിക്കുക, വലിയ ഡയമീറ്റർ അല്ലെങ്കിൽ വലിയ അപ്പർച്ചറുള്ള മിററാണെങ്കിൽ നമുക്ക് ഈ ഏറ്റവും ദൂരെ പോളിൽ നിന്ന് വളരെ ദൂരെ വന്ന് വീഴുന്ന റേസിനെ വി ക്യാൻ കോൾ ഇറ്റ് ആസ് മാർജിനൽ റേസ്. അപ്പോൾ ഇവിടെ നൗ ലെറ്റ് us draw the നോർമൽ. ഈ പോയിന്റ് ഓഫ് ഇൻസിഡൻസിൽ നോർമൽ വരയ്ക്കാൻ നമ്മൾ ആദ്യം എവിടെയാണോ ആ ഇൻസിഡൻസ് ആയിട്ടുള്ള പോയിന്റിൽ വി ആർ ഫസ്റ്റ് ഡ്രോയിങ് എ ടാൻജൻറ്റ് ആൻഡ് ദെൻ വി ഹാവ് ടു ഡ്രോ ദ പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ് അല്ല. റേഡിയസ് ഓഫ് കർവേച്ചർ നോർമൽ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ സ്ഫെറിക്കൽ മിററിലെ നോർമൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ലൈൻ ഡ്രോൺ പെർപെൻഡിക്കുലർ ടു ദ ടാൻജൻറ്റ് അറ്റ് ദി പോയിന്റ് ഓഫ് ഇൻസിഡൻസ്. അപ്പോൾ ഈ ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ലൈന് ഇറ്റ് വിൽ പാസ് ത്രൂ ദ സെൻറ്റർ ഓഫ് കർവേച്ചർ അല്ലേ. ടാൻജൻറ്റിന് പെർപെൻഡിക്കുലർ പറയുമ്പോൾ അത് റേഡിയസ് തന്നെയാണ്. അപ്പോൾ ഇവിടെ ഈ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. ദിസ് ഇസ് ദ ആംഗിൾ ബിറ്റ്വീൻ ഇൻസിഡൻറ്റ് റേ ആൻഡ് നോർമൽ. അതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് തീറ്റ. ഇനി ഈ ആംഗിൾ എന്തായിരിക്കും? ഇത് റിഫ്ലക്റ്റഡ് റേ ആണ്. നോർമലും റിഫ്ലക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. സോ ഇഫ് ദിസ് ഇസ് തീറ്റ, ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഇസ് തീറ്റ, then what is the angle of reflection? That is also equal to theta. It is by the law of reflection അല്ലേ. ലോസ് ഓഫ് റിഫ്ലക്ഷൻ്റെ ആദ്യം നമ്മൾ പറഞ്ഞത് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഈക്വൽ ടു ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. അപ്പോൾ ഇത് രണ്ടും സെയിം വാല്യൂ തീറ്റ. ഇനി ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ എം സി പി എന്നുള്ള ആംഗിൾ എത്രയായിരിക്കും? അപ്പോൾ ഇത് രണ്ട് പാരലൽ ലൈൻസ് ആയിട്ട് കൺസിഡർ ചെയ്താൽ ഈ ആംഗിൾ തീറ്റയാണെങ്കിൽ ഇത് അതിൻ്റെ ഏതായിട്ടാണ് വരിക? ആൾട്ടർനേറ്റ് ഇൻറ്റീരിയർ ആംഗിൾ ആണ്. അപ്പോൾ ഇതും എന്ത് തന്നെയാണ്? തീറ്റ തന്നെയാണ്. ഇനി വി ആർ ഡ്രോയിങ് എ ലൈൻ വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് ഫ്രം ദ പോയിന്റ് എം. ഇതിൽ നിന്ന് ഇങ്ങനെ വരച്ചു. ഇത് ഡി എന്ന് മാർക്ക് ചെയ്തു. വി ആർ ഡ്രോയിങ് എ ലൈൻ ഫ്രം എം ടു ദ പ്രിൻസിപ്പൽ ആക്സിസ് വിച്ച് ഇസ് പെർപെൻഡിക്കുലർ ടു ഇറ്റ്. അപ്പോൾ ടാൻ തീറ്റ ഇസ് ഈക്വൽ ടു ഈ ട്രയാങ്കിൾ എം സി ഡി കൺസിഡർ ചെയ്താൽ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ എം ഡി ഡിവൈഡഡ് ബൈ അഡ്ജസൻറ്റ് സൈഡ് സി ഡി. ഇതാണ് ടാൻ തീറ്റ. ഇനി ഇതിൽ ഈ ആംഗിൾ ടോട്ടൽ ആംഗിൾ ഇവിടെ 2 തീറ്റയാണ്. ഇത് ടോട്ടലായിട്ട് 2 തീറ്റയാണ്. സോ വാട്ട് അബൌട്ട് ദിസ് ആംഗിൾ? ദിസ് വിൽ ബി ഈക്വൽ ടു 2 തീറ്റ. ഇവിടുത്തെ ടോട്ടൽ 2 തീറ്റ ആണെങ്കിൽ ഈ ഭാഗം 2 തീറ്റ ആയിരിക്കും.
അപ്പോൾ ഇതിൽ നിന്ന് വി ക്യാൻ റൈറ്റ് ദ വാല്യൂ ഓഫ് ടാൻ 2 തീറ്റ. ദിസ് ഇസ് ഈക്വൽ ടു ഈ എം എഫ് ഡി കൺസിഡർ ചെയ്താൽ ടാൻ 2 തീറ്റ പറയുന്നത് എം ഡി ബൈ എഫ് ഡി. ഇനി നമ്മൾ പരാക്സിയൽ റേസ് കൺസിഡർ ചെയ്യുമ്പോൾ ആംഗിൾ ഓഫ് തീറ്റ വിൽ ബി വെരി സ്മോൾ. അങ്ങനെ തീറ്റ സ്മോൾ ആണെങ്കിൽ വി ക്യാൻ റൈറ്റ് ടാൻ തീറ്റ ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ. അതേപോലെ ടാൻ 2 തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 തീറ്റ. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ടാൻ തീറ്റ എന്നുള്ളതിനെ എങ്ങനെ എഴുതാം? എം ഡി ബൈ സി ഡി ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു തീറ്റ ആൻഡ് ടാൻ 2 തീറ്റ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 2 തീറ്റ. ഇനി ഈ തീറ്റ സ്മോൾ ആണെങ്കിൽ നമുക്ക് ദ പോയിന്റ് ഡി വിൽ ബി വെരി ക്ലോസ് ടു പി. പരാക്സിയൽ റേസ് മാത്രമേ നമ്മളിവിടെ കൺസിഡർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ തീറ്റ ഈസ് വെരി സ്മോൾ ആൻഡ് ഫോർ സ്മോൾ തീറ്റ ഡി എന്ന് പറയുന്ന പോയിന്റ് ഈസ് വെരി ക്ലോസ് ടു പി. അങ്ങനെയാണെങ്കിൽ വി ക്യാൻ ടേക്ക് ദ ലെങ്ത് എഫ് ഡി എന്നുള്ളത് എഫ് പി ആയിട്ട് എടുക്കാം. അതേപോലെ സി ഡി എന്നുള്ളത് എന്തായിട്ട് എടുക്കാം? സി പി ആയിട്ട് എടുക്കാം. കാരണം ഇത് രണ്ടും വളരെ ക്ലോസ് ആണ്. അങ്ങനെയാകുമ്പോൾ സി ഡി എന്നുള്ളതിനെ നമുക്ക് ഇറ്റ് ഈസ് ഈക്വൽ ടു സി പി ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു റേഡിയസ് ഓഫ് കർവേച്ചർ. സി ഡി എന്നുള്ളതിനെ വി ക്യാൻ ടേക്ക് ഇറ്റ് ആസ് റേഡിയസ് ഓഫ് കർവേച്ചർ ആൻഡ് എഫ് ഡി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഫോക്കൽ ലെങ്ത് എഫ്. നൗ 2 തീറ്റ എന്ന് പറഞ്ഞാൽ 2 തീറ്റ എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇറ്റ് ഈസ് എം ഡി ഡിവൈഡഡ് ബൈ എഫ് ഡി പറയുന്നത് എഫ് ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു 2 തീറ്റ എം ഡി ബൈ എഫ് ഡി ഈക്വൽ ടു 2 ഇൻറ്റു തീറ്റ. തീറ്റ എന്താണ്? എം ഡി ബൈ സി ഡി. സോ ഈ എം ഡി ഗെറ്റ്സ് ക്യാൻസൽ, രണ്ട് സൈഡിലുള്ളത് സി ഡി ഈ സൈഡിലേക്ക് കൊണ്ടുവന്നു. സി ഡി ബൈ 2 ഈക്വൽ ടു എഫ് ആ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ എഫ്. സി ഡി എന്ന് പറയുന്നത് വി ഹാവ് റിട്ടൺ ഇറ്റ് ഈസ് ഈക്വൽ ടു ആർ. സോ എഫ് ഈക്വൽ ടു ആർ ബൈ 2. അപ്പോൾ എം ഡി രണ്ട് സൈഡിലെയും ക്യാൻസൽ ചെയ്തു. 1 ബൈ എഫ് ഈക്വൽ ടു 2 ബൈ സി ഡി എന്ന് കിട്ടി. 1 ബൈ എഫ് ആണ് 2 ബൈ സി ഡി. സോ എഫ് ഈസ് ഈക്വൽ ടു റെസിപ്രോക്കൽ സി ഡി ബൈ 2. സി ഡി എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു ദ റേഡിയസ് ഓഫ് കർവേച്ചർ. സോ ദിസ് ഈസ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഫോക്കൽ ലെങ്ത് ആൻഡ് റേഡിയസ് ഓഫ് കർവേച്ചർ. എഫ് ഈക്വൽ ടു ആർ ബൈ 2. അതുകൊണ്ടാണ് നമ്മൾ എഫ് ഇവിടെ മാർക്ക് സിൻ്റെയും പിൻ്റെയും നടുക്കാണ് എഫ് മാർക്ക് ചെയ്യേണ്ടത്. കാരണം ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഹാഫ് ദ റേഡിയസ് ഓഫ് കർവേച്ചർ.